നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ 10th ലെവൽ പ്രിലിംസിൻ്റെ റിവിഷൻ്റെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ 5 ദിവസം നമ്മൾ പൂർത്തീകരിച്ചു. എന്താണ് നടന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തതെന്ന് വളരെ വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ വ്യക്തമായി ടെലഗ്രാം പോൾ വർക്കൗട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് റിവിഷൻ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാർഷിക ആഘോഷങ്ങളാണ്. ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു വാർഷികാഘോഷങ്ങൾ ചെയ്യണം, ഡേയുമായി ബന്ധപ്പെട്ട് ഓരോ 2024ലെയും 2025ലെയും പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും ഡിസ്കസ് ചെയ്യണം എന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്തു. കുറച്ച് പേര് ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തു സാഹിത്യ പുരസ്കാരങ്ങൾ എടുക്കണം, ഈ പറയുന്ന സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റുകളെല്ലാം പരിഗണിക്കുകയാണ്. നിങ്ങൾ എന്താണോ പറയുന്നത് അതെടുത്തു തരിക. അപ്പം നിങ്ങൾ എന്താണോ പറയുന്നത് അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ തരുന്ന സ്റ്റഡി ടൈം ടേബിൾ, നമ്മൾ തരുന്ന മെറ്റീരിയൽസ് നിങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ തരുന്ന കമൻറ്റിന് ആനുപാതികമായിട്ടുള്ള മറുപടിയും അതിൻ്റെ വീഡിയോ സീരീസും കൂടി നമ്മൾ ഉൾപ്പെടുത്തി പോവുകയാണ്. അപ്പം ഈ പറയുന്ന വാർഷികാഘോഷങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ടോപ്പിക്കിൽ ആദ്യം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത ഒന്ന് പറഞ്ഞു പോവുക. പത്രമൊക്കെ വായിച്ച ആളുകൾ കാണും. അതിൽ മാധവ് ഗാഡ്ഗിലുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. 2024 ഈ പറയുന്ന ഇന്ന് ഡിസംബർ 11 ഈ ഡിസംബർ 11 പത്രം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അതിൽ വളരെ വ്യക്തമായി ഒരു വാർത്ത കാണും. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത. പരിസ്ഥിതി മേഖലയിലെ ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത. വേറെ ഒന്നുമില്ല. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന, മറക്കരുത്, ഒരു ചെറിയ സംഘടനയല്ല ഇത്. ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന പരമോന്നത ബഹുമതിയുടെ പേരാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. ഈ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം 2024 ഈ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിത്വമാണ് മാധവ് ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു കറണ്ട് അഫെയർ ഉണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നീലം ഭരദ്വാജ്. പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? അത് നീലം ഭരദ്വാജ് ആണ്. രണ്ടാമത്തെ കറണ്ട് അഫെയർ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ കോൺക്ലേവുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറാണ്. ഇന്ത്യ മാരിടൈം ഹെറിറ്റേജ് കോൺക്ലേവ് 2024 വേദിയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ദ്വാരകയിലും ന്യൂഡൽഹിയിലുമാണ്. അതൊന്ന് ഓർത്തു വെക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 മാരിടൈം ഹെറിറ്റേജ് കോൺക്ലേവ് 2024 വേദിയാകുന്നത് എവിടെയൊക്കെയാണ്? ഒന്ന് ദ്വാരക, മറ്റൊന്ന് ന്യൂഡൽഹി. ദില്ലിക എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടതാണല്ലോ ന്യൂഡൽഹി. അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഈ പറയുന്ന കണ്ടന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ. അത് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ കണ്ടന്റ് മറക്കരുത്. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വാർഷിക ആഘോഷങ്ങളാണ്. ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട പത്രവാർത്ത കൂടി നമ്മൾ വായിച്ചു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോകുന്നു. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർഷിക ആഘോഷങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു പോവാം. 2024 25ാം വാർഷികം പൂർത്തിയാക്കിയ കേരളത്തിലെ വിമാനത്താവളം ഏത് എന്നാണ് ചോദ്യം. നമ്മൾ ഇതേ ടോപ്പിക്ക് കേരള ജോഗ്രഫിയുടെ റിവിഷൻ ക്ലാസ്സിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട മെട്രോ പദ്ധതികൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോ പദ്ധതികൾ എടുത്തിട്ടുണ്ട്. കാണാത്ത ഈ കണ്ടന്റ് കിട്ടാത്ത ആളുകൾ ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മാത്രം മതി. അതുമല്ല എങ്കിൽ ആ ക്ലാസ് കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, സമയം ഇല്ല എങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ നോട്ട്സ് PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വായിച്ചു പോകും. അപ്പോൾ 2024 25ാം വാർഷികം പൂർത്തിയാക്കിയ കേരളത്തിലെ വിമാനത്താവളം ഏത് എന്നാണല്ലോ ചോദ്യം. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി നെടുമ്പാശ്ശേരി, ഓപ്ഷൻ സി കരിപ്പൂർ, ഓപ്ഷൻ ഡി കണ്ണൂർ. ഇത് 4 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളാണ്. അപ്പോൾ നമുക്ക് വേണ്ട ആൻസറിലേക്ക് വരുന്നു ഓപ്ഷൻ ബി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രത്യേകതയാണ് 2024 25ാം വാർഷികം പൂർത്തിയാക്കിയ കേരളത്തിലെ വിമാനത്താവളം. ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക്ക് ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ 2024 25ാം വാർഷികം പൂർത്തിയാക്കിയ കേരളത്തിലെ വിമാനത്താവളം താഴെ പറയുന്ന വിലയേത് എന്ന് ചോദിക്കത്തില്ല. എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കോ. പക്ഷെ ചോദിക്കുന്ന ഏരിയ ഈ പറഞ്ഞ വാർഷികവുമായി ബന്ധപ്പെട്ട് ചോദ്യകർത്താവ് അല്ലെങ്കിൽ ചോദ്യപ്പെടുന്ന ഏത് പ്രധാനപ്പെട്ട വ്യക്തിത്വമായിക്കോട്ടെ അദ്ദേഹം നോക്കുന്ന സമയത്ത് 2024 25ാം വാർഷികം പൂർത്തിയാക്കിയ കേരളത്തിലെ വിമാനത്താവളം നെടുമ്പാശ്ശേരി. അപ്പൊ നെടുമ്പാശ്ശേരിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യം ചോദിക്കാവോ അല്ലെങ്കിൽ എന്തൊക്കെ PYQ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ പഠിച്ചേ മതിയാകൂ. ഇതാണ് വാർഷികവുമായി ബന്ധപ്പെട്ട്. അതല്ലാതെ ഞാനൊരു വാർഷികം പറയുന്നു ആ വാർഷികം തന്നെ ചോദിക്കുമെന്ന് ശാഠ്യം പിടിക്കരുത്. നമ്മൾ എഴുതാൻ പോകുന്ന മത്സര
പരീക്ഷയിൽ ഈ പറഞ്ഞ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ചോദ്യം കാണും. അതായത് സിയാലുമായി ബന്ധപ്പെട്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ചോദ്യം കാണും. അത് ചിലപ്പോൾ സോളാർ പവറുമായി ബന്ധപ്പെട്ടതായിരിക്കും, സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുമായിരിക്കാം. അങ്ങനെ നിസ്സാര ചോദ്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത്രയേറെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ അങ്ങനെയൊക്കെ വരാം. 2024 25ാം വാർഷികം പൂർത്തിയാക്കിയ കേരളത്തിലെ വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഒരു പ്രസ്താവന. അപ്പോൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത്, ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് 1999 ജൂൺ 10-നാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന ഒരു വസ്തുതയാണ് ഈ പറയുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം. അവിടെ രണ്ട് വാക്ക് നമ്മളുണ്ട്, ഒന്ന് പൊതു, മറ്റൊന്ന് സ്വകാര്യ. അപ്പൊ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി, അപ്പൊ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റും ഉണ്ട്, ജനങ്ങളുടെ, സ്വകാര്യ വ്യക്തികൾ മീൻസ് ജനങ്ങളുടെ ഇൻവോൾവ്മെന്റും ഉണ്ട്. അപ്പൊ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യത്തെ വിമാനത്താവളം അത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന സിയാലാണ്. ഓക്കെ, ലോകത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം, ലോകത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം ഏതെന്ന് ചോദിച്ചാൽ അതും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെ. അപ്പം ലോകത്തിൽ ആദ്യമായിട്ട് സൗരോർജ്ജത്തിൽ പറന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൈം ഉണ്ടല്ലോ, സോളാർ ഇമ്പൾസ്, മറക്കല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലോകത്തിൽ ആദ്യമായി സൗരോർജ്ജത്തിൽ പറന്ന ഹെലികോപ്റ്ററിന്റെ പേര് സോളാർ ഇമ്പൾസ് എന്നാണ്, അല്ലെങ്കിൽ വിമാന സംവിധാനത്തിന്റെ പേര് സോളാർ ഇമ്പൾസ് എന്നാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ലോകത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം ഏതാണ്? അത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കുംതി കോടതിയെ പറ്റി ഉണ്ട് കേട്ടോ. കുംതി ജില്ലാ കോടതിയുടെ പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യമായിട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിച്ച ജില്ലാ കോടതിയുടെ പേര് കുംതി ജില്ലാ കോടതിയാണ്. നമ്മുടെ അത് PYQ ആയതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ലോകത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇനി അവിടെ പ്രധാനപ്പെട്ട ഒരു ആനുകാലികമുണ്ട്. അപ്പൊ നിങ്ങൾ ചില ആളുകൾ കരുതും കഴിഞ്ഞ മാസം നടന്ന ആനുകാലിക സംഭവമാണോ ഇത്? അല്ല, ഈ പറയുന്ന പെറ്റ് എക്സ്പോർട്ട് അനുമതി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പെറ്റ് എക്സ്പോർട്ട് അനുമതി, അതായത് നമ്മൾ വളർത്തു മൃഗങ്ങളെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ ഉണ്ട്. ഈ പെറ്റ് എക്സ്പോർട്ട് അനുമതി നേടിയ കേരളത്തിലെ ആദ്യ എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. അത് വളരെ വ്യക്തമായി പഠിച്ചോണം. പെറ്റ് എക്സ്പോർട്ട് അനുമതി നേടിയ കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് ഏതാണ്? അത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അപ്പൊ ഈ പറയുന്ന പെറ്റ് എക്സ്പോർട്ട് അനുമതി പ്രകാരം വിദേശത്തേക്ക് കൊണ്ടുപോയ ആദ്യ മൃഗം ഏതെന്ന് ചോദിച്ചാൽ ലൂക്ക എന്ന നായക്കുട്ടിയാണ്. ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ ചോദ്യകർത്താവ് എവിടുന്നാണ് ആനുകാലിക ചോദ്യം ചോദിക്കുന്നത് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കണ്ടന്റാ. അപ്പൊ വാർഷികം പഠിച്ചു, അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, വാർഷികം മാത്രം പഠിക്കും. 2024 25ാം വാർഷികം പൂർത്തിയാക്കുന്നു, അത് മാത്രം പഠിച്ചാൽ പോരാ. അത് മാത്രമല്ല നമ്മുടെ ടാസ്ക് സിയാലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാമോ, എന്തൊക്കെ നിങ്ങൾക്ക് വായിക്കാമോ അതെല്ലാം ഉൾപ്പെടുത്തി വായിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പെറ്റ് എക്സ്പോർട്ട് അനുമതി നേടിയ കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ടിന്റെ പേര് ഏതാണ്? അത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇത് പ്രകാരം വിദേശത്തേക്ക് കൊണ്ടുപോയ ആദ്യ മൃഗം ഏതെന്ന് ചോദിച്ചാൽ അത് ലൂക്ക എന്ന നായക്കുട്ടിയാണ്. ഒന്ന് ഓർത്തു വെക്കണം. ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട നിങ്ങൾ വാർഷികങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു വാർഷികമാണ് പഠിക്കുന്നത്. നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ 100ാം വാർഷികം, 50ാം വാർഷികം, 25ാം വാർഷികം, അങ്ങനെ ഒരു ഫാൻസി നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള വാർഷികങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. അത് ഉറപ്പായും ചോദിക്കും. ഓക്കെ, മുൻകാല വർഷങ്ങളുടെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് 2024 100ാം വാർഷികം ആഘോഷിച്ച നവോത്ഥാന പത്രം ഏതാണ്? 2024 100ാം വാർഷികം ആഘോഷിച്ച നവോത്ഥാന പത്രം. 2023 100ാം വാർഷികം ആഘോഷിച്ച ഒരു നവോത്ഥാന പത്രമുണ്ട്. അത് മാതൃഭൂമി എന്നറിയപ്പെടുന്ന പത്രമാണ്. 2023 കഴിഞ്ഞ വർഷം 100ാം വാർഷികം ആഘോഷിച്ചിരുന്നു. അതായത് അതിനർത്ഥം 1923 സ്ഥാപിച്ചു എന്നല്ലേ അതിനർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് 1924 സ്ഥാപിച്ച, ഇതിൽ 1924 സ്ഥാപിച്ച ഏതെങ്കിലും പത്രം ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുമില്ലെന്നേ. ഈ 4 പ്രധാനപ്പെട്ട പത്രങ്ങളാണ്, 4 പ്രധാനപ്പെട്ട വ്യക്തികളാണ് സ്ഥാപിക്കുന്നത്. 2024 100ാം വാർഷികം ആഘോഷിച്ച നവോത്ഥാന പത്രം ഏതാണ്? ഇതിനകത്ത് ഓരോ ഓപ്ഷൻ പരിശോധിച്ചാൽ വിവേകോദയം സ്ഥാപിച്ചത് 1924 ആണോ? അല്ല. SNDP എന്നറിയപ്പെടുന്ന നവോത്ഥാന സംഘടനയുടെ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷം 1904 ആണ്. വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേരാണ്
യോഗനാഥം. വിവേകോദയത്തിന് ഒരു സ്ഥാപകനുണ്ട്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. വിവേകോദയത്തിന്റെ ആദ്യ എഡിറ്റർ എന്നറിയപ്പെടുന്നത് എം ഗോവിന്ദനാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാസികയാണ് വിവേകോദയം. അപ്പൊ 1904 വരത്തില്ല, ഇതല്ല. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് ഈ ഓപ്ഷനെ വരത്തില്ല. രണ്ടാമത് സ്വദേശാഭിമാനി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വദേശാഭിമാനി പത്രം 1905 സ്ഥാപിക്കുന്നത്. അവിടെ എളുപ്പമാർഗം കൊണ്ട് പഠിക്കാൻ. 1905 അഞ്ചുതെങ്ങ്, തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. 1905 അഞ്ചുതെങ്ങ്. ഹാളിൽ കയറുമ്പോൾ 1905 1000 തെങ്ങെന്ന് മറക്കാതിരിക്കാൻ വേണ്ടി, ഓർക്കാതിരിക്കാൻ വേണ്ടി പറയുവാണ് 1905 അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് മറക്കല്ലേ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നു. പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത് CP ഗോവിന്ദപിള്ളയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന സ്ഥാപകനോ ആദ്യ എഡിറ്ററോ ആരല്ല, രാമകൃഷ്ണപിള്ളയല്ല. പിന്നീട് 1906 ഈ രാമകൃഷ്ണപിള്ള അതിന്റെ എഡിറ്റർ സ്ഥാനത്തേക്ക് വരുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സ്വദേശാഭിമാനി പത്രവും അല്ല. അടുത്ത അൽ അമീൻ എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്. അൽ അമീൻ എന്നറിയപ്പെടുന്ന പത്രം ആരംഭിക്കുന്നത് 1924. 1924 കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് 1924 അൽ അമീൻ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്നറിയാവോ? ഈ പറയുന്ന 2024 100ാം വാർഷികം ആഘോഷിച്ച നവോത്ഥാന പത്രം സാധ്യത അൽ അമീനാണ്. ഇനി അൽ ഇസ്ലാമിനെ കൂടി പരിഗണിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അൽ ഇസ്ലാം ആരംഭിക്കുന്ന 1924 അൽ ഇസ്ലാം സ്ഥാപിക്കുന്നത് ഈ പറയുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നറിയപ്പെടുന്ന കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ്. അപ്പൊ ഇതിന്റെ ആൻസർ അൽ ഇസ്ലാമോ അല്ല. ആൻസർ ആയിട്ട് വരേണ്ടത് ആരാണ്? അൽ അമീൻ. അപ്പൊ 2024 100ാം വാർഷികം ആഘോഷിച്ച നവോത്ഥാന പത്രത്തിന്റെ പേര് അൽ അമീൻ. ഞാൻ പറയുന്നത് എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ പറയുന്ന അൽ അമീനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായും കാണും. ആ ചോദ്യം ഉറപ്പായും കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആനുകാലികമാണ്. 2024 100ാം വാർഷികം ആഘോഷിച്ച നവോത്ഥാന പത്രത്തിന്റെ പേര് അൽ അമീൻ എന്നാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അൽ അമീൻ റിലേറ്റഡ് ഫാക്ട് പഠിക്കണം. അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. 1924 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അൽ അമീൻ എന്നറിയപ്പെടുന്ന മാസിക അല്ലെങ്കിൽ പത്രം സ്ഥാപിച്ചത്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിൽ മൂന്നാമത്തെ വസ്തുത 1930 ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ നിയമലംഘന സമരം. എന്തുവാ നിയമം? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ്. ഉപ്പ് കുറുക്കരുത്. നമ്മൾ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഉപ്പ് കുറുക്കി, നിയമത്തെ ലംഘിച്ചു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ഉപ്പ് കുറുക്കരുത്. നമ്മൾ ആ നിയമത്തെ ലംഘിച്ചു. നിയമലംഘന സമരം 1930 പ്രധാനപ്പെട്ട ദേശീയ സമരങ്ങളിൽ പ്രധാനപ്പെട്ടതാണല്ലോ നിയമലംഘന സമരം എന്നറിയപ്പെടുന്നു. ഉപ്പ് സത്യാഗ്രഹം പ്രധാനപ്പെട്ട നേതാവ് മഹാത്മാഗാന്ധിയാണെന്ന് നമ്മൾ പറയും. അപ്പൊ 1930 നിയമലംഘന സമരം എന്നറിയപ്പെടുന്നു ഉപ്പ് സത്യാഗ്രഹം. ബേപ്പൂരിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് സംഘടിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ പറഞ്ഞ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 1930 നിയമലംഘന സമരം പ്രധാനപ്പെട്ട നേതാവ് കെ കേളപ്പന. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ് കെ കേളപ്പനാണ്. ഗ്രാമദീപം എന്ന മാസിക, ഒന്ന് കമന്റ് ചെയ്തേ, ഗ്രാമദീപം എന്ന മാസിക സ്ഥാപിച്ചത് കെ കേളപ്പന. ഒരു ചോദ്യം കൂടെ നിങ്ങൾ പഠിക്കണം. 1930 ഉപ്പ് സത്യാഗ്രഹം പാലക്കാട് നിന്ന് സംഘടിപ്പിച്ചത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. ഹരിജന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ പറഞ്ഞ TR കൃഷ്ണസ്വാമി അയ്യറാണ്. ആരുടെ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരി ആശ്രമം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പം അൽ അമീനാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് വരേണ്ടത്. ആ വാർഷികവും കിട്ടി. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞ സിയാലുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായും കാണും. അൽ അമീനുമായി ബന്ധപ്പെട്ട് ഈ ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഉറപ്പായും കാണും. അപ്പൊ വായന നിർത്തരുത്. വായിച്ച് റിവൈസ് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് വരിക. 2024 75ാം വാർഷികം അല്ലെങ്കിൽ 75ാം വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന ഏത് എന്നാണ് മറ്റൊരു ചോദ്യം. 2024 75ാം വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന താഴെ പറയുന്നതിൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആസിയാൻ, ഓപ്ഷൻ ബി നാറ്റോ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ഓപ്ഷൻ സി റെഡ് ക്രോസ്, ഓപ്ഷൻ ഡി ഗ്രീൻ പീസ്. 4 പ്രധാനപ്പെട്ട സംഘടനകൾ അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2024 75ാം വാർഷികം പൂർത്തിയാക്കണമെങ്കിൽ ഇതെന്നായിരിക്കും ഫോം ചെയ്യേണ്ടത്?
2024 75-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇത് 2027 75-ാം വാർഷികം ആഘോഷിക്കണമെങ്കിൽ 2024 എത്ര കുറയണം? 75 പോകെ എന്താവണം? 1949 എന്ന് പറയുന്ന വർഷം വരണ്ടേ? അപ്പൊ 1949 ഫോം ചെയ്ത ഏതെങ്കിലും സംഘടന ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. നമ്മൾ റിവിഷൻ ക്ലാസ് എടുത്തായിരുന്നു അല്ലെ? PSC ബുള്ളറ്റിന്റെ ഒരു റിവിഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. 4-5 റിവിഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സംഘടനകളും അതിന് നേതൃസ്ഥാനം നിൽക്കുന്ന ആളുകളെ ഡിസ്കസ് ചെയ്ത അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് വരുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു തരുവാണ്. ഇതിന് ഉത്തരം നാറ്റോ എന്നറിയപ്പെടുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നിങ്ങൾ നോക്കൂ, 2024 LDC പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരുന്നു നാറ്റോയുമായി ബന്ധപ്പെട്ട്. 2024 LGS പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരുന്നു നാറ്റോയുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ടാണ് ഈ നാറ്റോയ്ക്ക് അത്രയേറെ പ്രാധാന്യം? ഇന്നേ കാലം വരെ ഈ നാറ്റോയ്ക്ക് അധികം പ്രാധാന്യം ഇല്ലായിരുന്നല്ലോ. ASEAN ഇവിടെ കിടപ്പുണ്ട്, എടുത്ത് ചോദിച്ചില്ല. റെഡ് ക്രോസ് ചോദിച്ചില്ല, ഗ്രീൻ പീസ് ചോദിച്ചില്ല. എന്തുകൊണ്ട് നാറ്റോയെ മാത്രം? ഈ നാറ്റോയുടെ പ്രത്യേകത 2024 75-ാം വാർഷികം പൂർത്തിയാക്കി. 2024 75-ാം വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടനയുടെ പേരാണ് നാറ്റോ. അപ്പൊ ഇനിയുള്ള മത്സര പരീക്ഷയിലും എന്ത് ചോദിക്കും? നാറ്റോയുമായി ബന്ധപ്പെട്ട് ചോദിക്കും. നാറ്റോയ്ക്ക് പ്രത്യേകതയുണ്ട്. നാറ്റോയുടെ നേതൃസ്ഥാനത്ത് നിന്ന് ആര് മാറി? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് എന്നറിയപ്പെടുന്ന വ്യക്തി മാറി. മാർക്ക് റൂട്ടെയാണ് ഇപ്പോഴത്തെ നേതൃസ്ഥാനത്തുള്ളത്. അപ്പൊ നാറ്റോയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഡിസ്കസ് ചെയ്യണം. നാറ്റോയുമായി ബന്ധപ്പെട്ട് നാറ്റോ നിലവിൽ വന്ന വർഷം ഡേറ്റ് സഹിതം 1949 ഏപ്രിൽ 4-ലാണ് നാറ്റോ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന നാറ്റോ നിലവിൽ വരുന്നത് 1949 ഏപ്രിൽ 4. ഇനി ഈ പറയുന്ന നാറ്റോയുടെ ആസ്ഥാനം ചോദിക്കും. നാറ്റോയുടെ ആസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബ്രസൽസ് ആണ്. ബെൽജിയത്തെ ബ്രസൽസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. നിലവിലെ സെക്രട്ടറി ജനറലിന്റെ പേര് മാർക്ക് റൂട്ടെ എന്നാണ്. ഇനി ചില ആളുകൾ പരീക്ഷയിൽ കയറുമ്പോൾ ഈ മാർക്ക് റൂട്ടെ ഇല്ലെന്നിരിക്കട്ടെ, ചോദ്യകർത്താവ് പഴയ ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്, പഴയ ഓപ്ഷൻ തന്നെ എഴുതണം. ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ജെൻസ് സ്റ്റോൾട്ടൻബർഗ് അദ്ദേഹം 2024 തൊട്ട് മുന്നത്തെ 2 മാസം മുമ്പ്, അതായത് ഒക്ടോബറിൽ അദ്ദേഹം റിട്ടയർ ആയി അല്ലെങ്കിൽ വിരമിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സെക്രട്ടറി ജനറൽ വന്നു. അത് നിലവിൽ ആരാണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറൽ അത് മാർക്ക് റൂട്ടെയാണ്. ഇനി മാർക്ക് റൂട്ടെയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ഈ നാറ്റോയിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് എന്ന് മാത്രം ഓർക്കുക. നിലവിൽ അംഗരാജ്യങ്ങൾ 32 നിലവിൽ അംഗരാജ്യങ്ങൾ. അപ്പം നിലവിൽ അംഗരാജ്യങ്ങൾ എത്ര പേരാണ്? 32 പേരാണ്. അപ്പം ഏറ്റവും അവസാനമായി, അതൊരു കറണ്ട് അഫെയർ ആണല്ലോ, നാറ്റോയിൽ ഏറ്റവും അവസാനമായി അംഗമായ രാജ്യം ഏതാണ്? അത് സ്വീഡനാണ്. ഓർക്കാൻ വേണ്ടി പറയുന്നു, സ്വീറ്റ് സ്വീഡൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ലോകത്താദ്യമായിട്ട് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത രാജ്യത്തിന്റെ പേര് സ്വീഡൻ എന്നാണ്. ഇത് PYQ അല്ലേ? ഇതെല്ലാം നമ്മൾ PYQ പോളായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സംശയമുള്ളവർ നോക്കിയാൽ മതി. ഈ പരീക്ഷ നടക്കുന്നതിന് തൊട്ട് ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുന്നാണ് നമ്മൾ ഈ പോള് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ റാൻഡമായിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പൊ 2024 മാർച്ച് 7 സ്വീഡൻ എന്താകുന്നു? അംഗമാകുന്നു. 32ാമത്തെ അംഗരാജ്യം. 31ാമത്തെ അംഗരാജ്യം എന്ന് പറഞ്ഞാൽ ഫിൻലാൻഡാണ്. 31ാമത്തെ അംഗരാജ്യം ഫിൻലാൻഡ്. 2023 ഫിൻലാൻഡ് അംഗമാകുന്നത്. 2023 ഫിൻലാൻഡ് അംഗമാകുന്നത്. ഒന്ന് ഓർത്തു വെക്കുക. 2024 മാർച്ച് 7 സ്വീഡൻ അംഗമായി. സ്വീഡൻ അംഗമായതോടുകൂടി നാറ്റോയുടെ നിലവിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 32. ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ നാറ്റോയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും കാണും. അപ്പൊ ഞാൻ പറഞ്ഞ കണ്ടന്റ് മറക്കല്ലേ. ഈ പറഞ്ഞ വാർഷികം പഠിക്കുമ്പം വാർഷികം മാത്രമല്ല നമ്മൾ പറയുന്നത്, ആ വാർഷികവുമായി ബന്ധപ്പെട്ട സംഘടനയെന്നോ അല്ലെങ്കിൽ മാസികയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് ആണെങ്കിൽ അത്, അതിന്റെ എല്ലാം റിലേറ്റഡ് ഫാക്ട് കൂടി പഠിച്ചെന്നും പറഞ്ഞ് നമുക്ക് ദോഷം ഉണ്ടാവത്തില്ല, അത് ഗുണമേ ഉണ്ടാകൂ. ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, ഇതിന്റെ എല്ലാം PDF നോട്ട്, ഇതിന്റെ എല്ലാം പോൾ എക്സാം സൗജന്യമായിട്ട് നിങ്ങൾക്ക് PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. നിങ്ങളുടെ ടെലഗ്രാമിൽ PSC ഇൻഫ്ലുവൻസർ എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ @PSC ഇൻഫ്ലുവൻസർ എന്ന് സെർച്ച് ചെയ്താലും മതി. അതല്ല എങ്കിൽ ഈ വീഡിയോ ക്ലാസ്സിന് താഴെ ഞാൻ ഇതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ തന്നെ ഏകദേശം 10,000-ലധികം ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത് അതിന്റെ റിവിഷൻ ചലഞ്ച് വായിച്ച്, റിവിഷൻ ചലഞ്ച് ക്ലാസ് കണ്ട്, പോൾ എക്സാം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നേറുകയാണ്. അപ്പൊ നിങ്ങളും അതിൽ പങ്കാളികളാകുക. ഒരിക്കലും ആരെയും നിർബന്ധിച്ച് നമ്മൾ ആരെയും ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല. ഒരാളെ പോലും, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾ
ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യണം, മറ്റു കുട്ടികളിലേക്ക് എത്തിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഒരു ഡിമാൻഡ് നമ്മൾ തരുന്നില്ല. നമ്മളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുൾ ടൈം ഇതിൽ എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് പഠിച്ചു പോവുക. 2025 നിങ്ങളുടെ വർഷമാക്കി മാറ്റുക. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് വരുന്നു. അടുത്തത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ADB-യുടെ 11ാമത്തെ പ്രസിഡന്റായിട്ട് മസാറ്റോ കണ്ട എലക്ട് ചെയ്തു. മസാറ്റോ കണ്ട. അപ്പം ഞാൻ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഈ മസാറ്റോ കണ്ടന്റിന്റെ അല്ലെങ്കിൽ മസാറ്റോ കണ്ടയുടെ കണ്ടന്റ് അല്ല ഡിസ്കസ് ചെയ്തേക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ADB-യുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത്തെ പ്രസിഡന്റായിട്ട് എലക്ട് ചെയ്തത് അത് മസാറ്റോ കണ്ടയാണ്. മസാറ്റോ കണ്ട അദ്ദേഹത്തിന്റെ പടം സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഈ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഏഷ്യൻ ADB-യുടെ പുതിയ പ്രസിഡന്റ് 2025 ഫെബ്രുവരിയിലെ ഇദ്ദേഹം എന്താവത്തുള്ളൂ, ഇദ്ദേഹം പുതിയ പ്രസിഡന്റായിട്ട് സ്ഥാനമേൽക്കത്തുള്ളൂ. പക്ഷേ എലക്ട് ചെയ്തു വെച്ചപ്പോൾ ADB-യുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് മസാട്ടോ കണ്ടയാണ്. അദ്ദേഹം ജപ്പാൻകാരനാണ്. ഈ ADB-യുടെ ആസ്ഥാനം ചോദിച്ചാൽ ഫിലിപ്പൈൻസിലെ മനിലയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ADB ആരംഭിച്ച വർഷം 1966 ADB ആരംഭിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച സംഘടനയുടെ പേരാണ് ADB. അപ്പം ചില ആളുകൾ കമന്റ് ചെയ്യും, ഈ വാർഷികങ്ങൾ പഠിച്ച സമയത്ത് എന്തിനാണ് ഇത് പറഞ്ഞത്? ഒന്ന് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ, ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? അത് മസാട്ടോ കണ്ടയാണ്, ജപ്പാൻകാരനാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് മനില, ഫിലിപ്പൈൻസ് ആണ്. ADB ആരംഭിച്ച വർഷം 1966. എന്താ ഈ ADB-യുടെ പ്രത്യേകത? ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച സംഘടനയുടെ പേരാണ് ഇത് ADB അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു മലയാളി സാന്നിധ്യം ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഒരു മലയാളി സാന്നിധ്യത്തിന്റെ 100ാം വാർഷികമുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ വ്യക്തിയുടെ പേര് CK ലക്ഷ്മണൻ എന്നാണ്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഹാർഡിൽസ്, അതായത് ഹാർഡിൽസിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയാണ്. റെഡ് ക്രോസിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഈ പറയുന്ന CK ലക്ഷ്മണൻ. അങ്ങനെ ഒത്തിരി സവിശേഷതകളുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ നമുക്ക് വേണ്ടത് ഒളിമ്പിക്സിലെ ആദ്യത്തെ മലയാളി സാന്നിധ്യമായ CK ലക്ഷ്മണൻ പങ്കെടുത്തതിന്റെ മലയാളി സാന്നിധ്യമായ CK ലക്ഷ്മണൻ 1924 ജൂലൈ 8 110 മീറ്റർ ഹാർഡിൽസിൽ മത്സരിച്ചു. അപ്പൊ അതിന്റെ 100ാം വാർഷികം 2024. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, ഒളിമ്പിക്സിലെ ആദ്യത്തെ മലയാളി സാന്നിധ്യത്തിന്റെ പേര് അത് CK ലക്ഷ്മണൻ എന്നാണ്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹം 1924 പാരീസിൽ നടന്ന 8ാമത് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്. ഇതിലാണ് മത്സരിച്ച് 110 മീറ്റർ ഹാർഡിൽസിലാണ്. ഒന്ന് ഓർത്തു വെക്കുക, അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലയായ കണ്ണൂർ, പഴയകാല പേര് നൗറ എന്നാണ്. കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കണ്ണൂർ സ്വദേശിയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായിരുന്നു. അപ്പോൾ റെഡ് ക്രോസിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം കൂടിയാണ് CK ലക്ഷ്മണൻ. ഇതിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസർ ടെലിഗ്രാം കൂട്ടായ്മയിൽ ഈ ക്ലാസ്സിന് താഴെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നത്തെ എക്സാം കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ എക്സാം എഴുതണം. 3 പരീക്ഷയാണ് ഡെയിലി നടക്കുന്നത്. ഈ 3 പരീക്ഷയെ കൂടാതെ ഡെയിലി പോൾ എക്സാം ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ ഡെയിലി SCRT സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് ഒക്കെ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഒഴികെ ബാക്കിയുള്ള എല്ലാം നിങ്ങളുടെ 10th ലെവൽ പ്രിലിംസിന് അല്ലെങ്കിൽ ആവശ്യമുള്ള എല്ലാ കണ്ടന്റും തരുന്നുണ്ട്. ഇപ്പോൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സമയം തീരത്തില്ല. നമ്മൾ ആ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ 20 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് നല്ല യൂട്യൂബ് ചാനലോ ഏത് മികച്ച അധ്യാപകനോ ആരുടെയെങ്കിലും ക്ലാസ് കാണുകയോ ഓൺലൈൻ ക്ലാസ്സോ ഓഫ്ലൈൻ ക്ലാസ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഞങ്ങളെ കൊണ്ട്, ഈ കൂട്ടായ്മയെ കൊണ്ട് പറ്റുന്നതാണ് അതും. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ടോപ്പിക്ക് 80 മാർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 80 മാർക്കിൽ ഇത്ര മാർക്ക്, 60 മാർക്ക് ഇന്ന ടോപ്പിക്ക്, 20 മാർക്ക് സയൻസ് ആണ്, അല്ലെങ്കിൽ ഇത്ര മാർക്ക് സയൻസ് ആണ് എന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടന്റ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തു നോക്കുക. ഇനി ചോദ്യ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഏരിയ പറഞ്ഞുതരാം. 2024 40ാം വാർഷികം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ 40ാം വാർഷികം ആഘോഷിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ. അതൊരു ആഘോഷമല്ല, മറിച്ച് അതൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിന് 40ാം വാർഷികം അല്ലെങ്കിൽ ഓർമ്മയാണ് 2024. ഞാൻ പെട്ടെന്ന് അങ്ങ് ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞതാണ്. ഒരിക്കലും ഇതൊന്നും ഒരു ആഘോഷമല്ല. ഈ പറഞ്ഞ വേർപാട്, ഈ പറഞ്ഞ ദുരന്തങ്ങളൊന്നും ഒരാൾക്കും, ഈ പറയുന്ന എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ, ഒരിക്കലും ഒരു ആഘോഷമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചോദ്യകർത്താവ് എന്ത് ചെയ്യുന്നു, ഈ ദാരുണ സംഭവങ്ങൾ ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഭോപ്പാൽ
വാതക ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാൽ അത് മനസ്സിലാക്കിക്കോ, അത് ഈ 2024 40-ാം വാർഷികം ഈ പറയുന്ന 40-ാം വാർഷികത്തിന്റെ ഓർമ്മയായതുകൊണ്ടാണ്. അടുത്തത് 2024 വൈക്കം സത്യാഗ്രഹത്തിന് 100-ാം വാർഷികമുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഉറപ്പായും ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം ഇനിയുള്ള 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചിരിക്കും. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ആ ചോദ്യം വന്നില്ല എങ്കിൽ ഈ പരിപാടി ഞാൻ നിർത്തും. ഉറപ്പ്. അത്രയും കോൺഫിഡൻറ്റോടുകൂടി പറയുക. കേരളത്തിലെ ക്ഷേത്ര സമരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നില്ല എങ്കിൽ, കേരളത്തിലെ ക്ഷേത്ര സമരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അതിനകത്ത് വൈക്കം ഉൾപ്പെടും, അതിനകത്ത് ഗുരുവായൂർ ഉൾപ്പെടും, അതിനകത്ത് പാല്യം ഉൾപ്പെടും, അതിൽ തളിക്ഷേത്ര സമരം ഉൾപ്പെടും, അതിൽ കുട്ടൻകുളം സമരം ഉൾപ്പെടും, അതിനകത്ത് ഈ പറയുന്ന ഗുരുവായൂർ സമരം ഉൾപ്പെടെ ശുചീന്ദ്ര സത്യാഗ്രഹം ഉൾപ്പെടെ 6 പ്രധാനപ്പെട്ട ക്ഷേത്ര സമരങ്ങൾ ഉൾപ്പെടും. അതിൽ വൈക്കം സത്യാഗ്രഹത്തിന് 100-ാം വാർഷികമാണ്. തീണ്ടൽ പലക എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ്, ആശയം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാ. 1924 തുടങ്ങി 1925 അവസാനിച്ച് 603 ദിവസം. നമ്മൾ നവോത്ഥാന കേരള ചരിത്രത്തിൽ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്തോളാം. അപ്പം നിങ്ങൾ അത് ക്ലിയർ ആയിക്കോളൂ. അപ്പം നമുക്ക് വേണ്ടത് 2024 100-ാം വാർഷികം വളരെ പ്രധാനപ്പെട്ടതാണ്. 100-ാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അയിത്തത്തിനെതിരെ നടത്തിയ ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹമാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികത്തിനോടനുബന്ധിച്ച് ഒരു ഓഡിയോ കാസറ്റ് പുറത്ത് വിട്ടിരുന്നു. ഒരു ഓഡിയോ കാസറ്റ് ലോഞ്ച് ചെയ്തു. ആ കുട്ടി ഗാന്ധിജിയെ തൊട്ടു. അതാണ് ആ ഓഡിയോ കാസറ്റിന്റെ ഹെഡിങ്. അടുത്തത് 2024 50-ാം വാർഷികം ആഘോഷിക്കുന്ന വാർഷികമുള്ള ഒരു സംവിധാനമാണ് മുംബൈ ഹൈ. അത് ഓർത്തു നോക്കുക. മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് മുംബൈ ഹൈ. അടുത്ത 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കറിന്റെ 150-ാം രക്തസാക്ഷിത്വ വർഷമാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കറുമായി ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കഥകളിയുടെ ഉന്നമനത്തിന് പ്രാധാന്യം നൽകിയ നവോത്ഥാന നായകന്റെ പേര് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അച്ചിപ്പടവ സമരം, മുക്കുത്തി സമരം. അച്ചിപ്പടവ സമരം, മുക്കുത്തി സമരം എന്ന 2 സമരങ്ങൾ നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. അതിൽ അച്ചിപ്പടവ സമരം നടത്തുന്നത് കായംകുളം, ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള പത്തിയൂർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. പന്നിയൂർ ഉണ്ട്, അത് കണ്ണൂര. പത്തിയൂർ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള സ്ഥലമാണ് പത്തിയൂർ. അവിടെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അച്ചിപ്പടവ സമരം നടത്തിയത്. മുക്കുത്തി സമരം എന്ന് പറഞ്ഞൊരു സമരമുണ്ട്. ആ മുക്കുത്തി സമരം നടത്തിയത് പന്തളത്ത് വെച്ചാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ യഥാർത്ഥ പേര് കാലിശ്ശേരി വേലായുധ ചേകവർ എന്നാണ്. കാലിശ്ശേരി വേലായുധ ചേകവർ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഗുരുവിന്റെ, മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം, പൈനിയർ ഓഫ് ഗുരു, അതായത് ഗുരുവിന്റെ മുൻഗാമി, അതായത് ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുന്നത്. അതിനും വർഷങ്ങൾക്ക് മുന്നേ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന നവോത്ഥാന നായകൻ ഈ പറയുന്ന എല്ലാ വിഭാഗക്കാർക്കും വേണ്ടി പ്രതിഷ്ഠ നടത്തി. മംഗലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത്, ആലപ്പുഴ ജില്ലയിലെ മംഗലം എന്നറിയപ്പെടുന്ന സ്ഥലം, തണ്ണീർമുക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്തൊക്കെയാണ് ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ശിവപ്രതിഷ്ഠ നടത്തുന്നത്. അതുകൊണ്ടാണ് ഗുരുവിന്റെ മുൻഗാമി എന്നാരെ അറിയപ്പെടുന്നത്? ആറാട്ടുപുഴ വേലായുധ പണിക്കറിനെ അറിയപ്പെടുന്നത്. ഗുരുവിന്റെ ഗുരു എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയാണ്. ബാലഗുരു എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദന. എല്ലാം കൂടെ കേട്ട് ഭ്രാന്താവേണ്ട ഒരാവശ്യവുമില്ല. 2024 150-ാം രക്തസാക്ഷിത്വ വർഷമായി ആചരിക്കുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറിനെയാണ്. അത് ഒന്ന് ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് 2024 215-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നേറ്റമാണ് കുണ്ടറ വിളംബരം. 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പ്രഖ്യാപിക്കുന്നത്. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര് വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട 5 പോയിന്റ് നിങ്ങൾ പഠിച്ചേ മതിയാകൂ. 1, നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് വേലുത്തമ്പി ദളവയാണ്. എണ്ണി പറയുക. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് വേലുത്തമ്പി ദളവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് എന്നിവിടങ്ങളിൽ ആഴ്ചച്ചന്ത സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരി വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ച്, ഈ ഹജൂർ കച്ചേരിയാണ് പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ആ തിരുവനന്തപുരത്ത് മാറ്റിയ ഹജൂർ കച്ചേരിയാണ് ഇപ്പം സെക്രട്ടേറിയറ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇപ്പം കൊല്ലം ജില്ലക്കാർക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് എവിടെ പോയാൽ മതിയായിരുന്നു? കൊല്ലത്ത് ചിന്നക്കടയ്ക്കും ഈ പറഞ്ഞ കൊല്ലം കളക്ടറേറ്റിനടുത്തുള്ള സ്ഥലത്ത് പോയാൽ മതിയായിരുന്നു. ഇതാണ് ലോജിക്ക്.
ഓക്കെ, ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി ആരംഭിച്ചു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി ആരംഭിച്ച വ്യക്തിത്വമാണ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരി. അവിടെയും കേരള ജോഗ്രഫിയ. കേരള ജോഗ്രഫിയുടെ കണ്ടന്റ് എന്തോ? കേരള ഭൂമിശാസ്ത്രത്തിലെ കണ്ടന്റ് ആണ് വേമ്പനാട് കായൽ. ഏത് കായലിലാണ് ഈ പറഞ്ഞ പാതിരാമണൽ ദ്വീപ് ഉള്ളത്? വേമ്പനാട് കായലില. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരിയുടെ പേര് വേലുത്തമ്പി ദളവയാണ്. അദ്ദേഹമാണ് 1809 ജനുവരി 11 ബ്രാക്കറ്റിൽ കൊടുത്തേക്കണം 984 മകരം 1 984 മകരം 1 കേരളത്തിൽ ഏത് ചരിത്ര മുന്നേറ്റവുമായി ബന്ധപ്പെട്ടതാണ്? അത് കുണ്ട്ര വിളംബരവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നമ്മൾ നേരത്തെ ഒരു 3-4 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ഓഫ്ലൈൻ സെന്ററിൽ പഠിപ്പിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട എൻ്റെ ഉദ്യോഗാർത്ഥി ചോദിച്ച ഒരു സംശയമാണ്, സാറേ 984 മകരം 1 പഞ്ചാംഗത്തിൽ നോക്കുമ്പം ഈ പറയുന്ന ഡേറ്റുമായിട്ട് മാച്ചിങ് അല്ലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ പറയുന്നത് ന്യായമാണ്. നമ്മൾ ഈ കറക്റ്റ് ഇതിന്റെ 1809 ജനുവരി 11 പഞ്ചാംഗം എടുത്താൽ ഇതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഡേറ്റ് അല്ല. പക്ഷേ PSC വാല്യൂ ചെയ്യുന്ന SCRT സ്കൂൾ ടെക്സ്റ്റിലുള്ള കണ്ടന്റ് ഞാൻ പറയുന്നത് 984 മകരം 1 2024 കുണ്ട്ര വിളംബരത്തിന്റെ 215 വാർഷികമാണ്. അപ്പൊ കുണ്ട്ര വിളംബരവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പ്. അടുത്തത് 2024 കുമാരനാശാന്റെ 100ാം ചരമവാർഷികമാണ്. 2024 ജനുവരി 16 കുമാരനാശാന്റെ 100ാം ചരമവാർഷികമായിരുന്നു. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. കുമാരനാശാന്റെ വേർപാടുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ഒരു വിയോഗവും ഒരു വേർപാടും നമ്മൾ ആഘോഷിക്കുമല്ല. ചോദ്യകർത്താവ് ഒരു ചോദ്യം തരുന്നത് കൊണ്ട് തന്നെ അത് ഡിസ്കസ് ചെയ്തു പോകുന്നു. കുമാരനാശാനുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ മലയാള കവി കുമാരനാശാനാണെന്ന് നമുക്കറിയാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാനാണ്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ മത്സര പരീക്ഷയിൽ കുമാരനാശാനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. 1904 വിവേകോദയം എന്നറിയപ്പെടുന്ന മാസിക സ്ഥാപിച്ചത് കുമാരനാശാനാണ്. വിവേകോദയത്തെ അറിയപ്പെടുന്ന പേര് ഈഴവ ഗസന്റ് എന്നൊക്കെയാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഈ പറയുന്ന വാർഷികം മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കണ്ടന്റ് ഇപ്പോൾ തന്നെ ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ ഈ PDF-നോടൊപ്പം തന്നെ ഇത് പ്രധാനപ്പെട്ടത്, ഇത്രയും വാർഷികങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അപ്രധാനപ്പെട്ട മറ്റു കണ്ടന്റുകളുണ്ട്. ഈ പറയുന്ന അപ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ചോദ്യ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാതെ 2023 പ്രധാനപ്പെട്ട വാർഷികവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഉണ്ട്. അതിന്റെയൊക്കെ PDF നോട്ട് നമ്മൾ ഈ ക്ലാസ്സിന് താഴെ തന്നെ ഈ PDF-നും താഴെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി വായിക്കുക. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഈ സീരീസ് എപ്പോഴും പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ട്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ പോവും. അത് എൻ്റെ ഉറപ്പാണ്. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് സിൻസിയറായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.